എന്തായാലും വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. ഇത് സംബന്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടിയുള്ള അന്വേഷണം, അതോടൊപ്പം ചില എസ്റ്റേറ്റുകളിൽ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്ന ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക കേസിൽ ഇന്ന് അതീവ നിർണായകമായ ദിവസമാണ്. നേത്രാവതി പുഴയോട് ചേർന്നുള്ള 8ാം പോയിന്റിൽ ഇന്ന് നിർണായകമായ തിരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ടോ എന്നാണ് ഇന്ന് പരിശോധിക്കുന്നത്. ഈ 8ാം പോയിന്റിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ട് എന്നായിരുന്നു ശുചീകരണ തൊഴിലാളിയുടെ മൊഴി. ആ മൊഴി വിശ്വസിച്ച് ഇന്ന് അവിടെ വലിയ തരത്തിൽ തെരച്ചിൽ ആരംഭിക്കും. ഇന്നലെ 6ാം പോയിന്റിൽ തലയോട്ടി അടക്കം കണ്ടെത്തിയതോടുകൂടി ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലങ്ങളിൽ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കാനാണ് SITയുടെ തീരുമാനം. ധർമ്മസ്ഥലയിൽ നിന്ന് KV ബൈജു നമുക്കൊപ്പം ചേർന്നു വിവരങ്ങളുമായി. ബൈജു, വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം അതീവ നിർണായകമാണ്, അക്കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ശുചീകരണ തൊഴിലാളി പറഞ്ഞതനുസരിച്ച് 8ാം പോയിന്റിലെ തെരച്ചിലാണ്. ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ സ്ഥലത്താണ് തെരച്ചിൽ തുടരുന്നത്. ഇന്നലെ നമ്മൾ കേട്ടതാണ് സത്യമേവ ജയതേ എന്നുള്ള വാക്കാണ് മഞ്ജുനാഥ് അഭിഭാഷകൻ അദ്ദേഹം പറഞ്ഞത്. ആ വാക്ക് വിജയിക്കും, സത്യം തെളിയും അല്ലെ? തീർച്ചയായും ഭവ്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ആ സ്ഥലത്താണ്. അതായത് നേത്രാവതി പുഴയുടെ തീരത്ത് വനമേഖലയോട് ചേർന്ന് റോഡിന് സമീപത്തായ സ്ഥലത്ത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ഇതാണ് 8ാം പോയിന്റ്. മാർക്ക് ചെയ്ത ദൃശ്യം നമുക്ക് കൃത്യമായി ഇവിടെ നിന്നും കാണാം. ഭവ്യ, ഈ വനങ്ങൾ നിറഞ്ഞ പ്രദേശമാണെങ്കിലും ഇത് റോഡിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. ഇന്നത്തെ ഈ പരിശോധന നിർണായകമാകുമെന്ന് ആണ്. പ്രധാനമായും ഇവിടെ ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടുണ്ടെന്ന ഒരു മൊഴി ഇദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇതാണ് 8ാം പോയിന്റ്. കൃത്യമായി നമുക്കിപ്പോൾ പ്രേക്ഷകർക്കായി കാണാം. ഇവിടെയാണ് ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ഇദ്ദേഹം വെളിപ്പെടുത്തിയ സ്ഥലം. ഇവിടെ വലിയ തോതിൽ നിർമ്മാണമൊന്നും നടക്കാത്തതുകൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ അവസ്ഥ തന്നെ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതാണ് 8 എന്ന് പറയുന്ന സ്ഥലം. ഇനിയിപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി നോക്കിയാൽ റോഡിൽ നിന്നും ഇത്ര ദൂരം മാത്രമേ ഇതുള്ളൂ. അതായത് ഒരു കണ്ണകലത്താണ് ഈ സ്ഥലമുള്ളത്. ഇവിടെ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാം. ഈ റോഡിലൂടെ വാഹനങ്ങളിൽ ഇത്തരത്തിൽ മൃതദേഹം എത്തിച്ച് ഇയാൾക്ക് കൈമാറുകയും ഇയാൾ അത് ഈ താഴ്ഭാഗത്തേക്ക് നടന്ന് ഇവിടെ ഇത്തരത്തിൽ കുഴിച്ചിട്ടു. ഇതാണ് മൊഴി. ഇതിന് തൊട്ട് സമീപത്ത് ഒരു 500 മീറ്റർ മാറിയാണ് ഇന്നലെ മൃതദേഹം ലഭിച്ച സ്ഥലം. ഇന്നലെ മൃതദേഹ ആവിഷ്കരണം ലഭിച്ച സ്ഥലം, അതായത് ഒരു അസ്ഥികൂടവും അതോടൊപ്പം ഒരു തലയോട്ടിയും ലഭിച്ച സ്ഥലം. അതായത് ഇവിടെ നിന്നും 500 മീറ്റർ മാത്രം മാറിയാണ് ആ സ്ഥലമുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ പോയിന്റ് 8 മുതൽ 9, 10, 11 പോയിന്റ് ഇവിടെ നിന്ന് മുന്നോട്ടാണ്. ഇപ്പോൾ പോലീസ് ഉണ്ട്, വലിയ സുരക്ഷ ഇവിടെയുണ്ട്. ഈ 24 മണിക്കൂറും ആയുധധാരികളായ പോലീസ് കാവലുണ്ട്. ഇതിലെ കൂടിയാണ് ഇത് താഴോട്ട് പോകുന്ന വഴി. പക്ഷേ അവിടെ ആരെയും കടത്തിവിടുന്നില്ല. ഈ ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഇവിടെ കനത്ത പോലീസ് കാവലാണ് ഏർപ്പെടുത്തിയുള്ളത്. ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതിന് തൊട്ട് മുൻവശമായി 9 മുതൽ 11 വരെയുള്ള ആ സ്ഥലങ്ങളാണ്. അത് ഇതിന് തൊട്ട് സമീപത്താണ്. നമുക്ക് അതുകൂടെ ദൃശ്യങ്ങൾ കാണാൻ പറ്റും. ഇത് റോഡാണ്. റോഡിന് മറുവശമുള്ളത് കൃത്യമായ വനമേഖലയാണ്. ഇതിനകത്തായിരുന്നു 1 മുതൽ 5 വരെ ഉള്ള പോയിന്റുകൾ, 5, 6 വരെയുള്ള പോയിന്റുകൾ. ആ 6ൽ നിന്നാണ് നിർണായകമായ വിവരങ്ങൾ ഇത്തരത്തിൽ SITക്ക് ലഭിച്ചത്. ഇന്നലെ ഇതിന്റെ സാക്ഷിയുടെ മൊഴി അത് ബലപ്പെടുത്തുന്ന രീതിയിലുള്ള നിർണായക തെളിവുകൾ ലഭിച്ചത്. എന്തായാലും ഇന്നത്തെ പരിശോധന നേരത്തെ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ നിർണായകമാണ്. കാരണം കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറയുന്ന സാക്ഷി മൊഴി നൽകിയ സ്ഥലങ്ങളാണ് ഇന്ന് പരിശോധന നടക്കേണ്ടത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നതിന് പിറകിലായി ഏകദേശം 4 പോയിന്റ് ഈ ഭാഗത്ത് തന്നെയാണ്. അടുത്തടുത്താണ്. 500 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ആദ്യത്തെ പോയിന്റ് 8ലാണ്. ഇന്ന് 7ഉം 8ഉമാണ് ഇന്ന് പരിശോധന നടത്തുക. 7ൽ ഇന്നലെ ചെറിയ തോതിലുള്ള പരിശോധന നടത്തി. 6:30 ഇന്നലെ നിർത്തിവെച്ച പരിശോധന 7ൽ പരിശോധന നടത്താനുണ്ട്. അതിനോടൊപ്പം 8ൽ ഇന്ന് തന്നെ പരിശോധന നടക്കും. അത് തന്നെയാണ് കാത്തിരിക്കുന്നത്. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഇത്തരത്തിലുള്ള ശരീരാവശിഷ്ടങ്ങൾ, എത്ര ശരീരാവശിഷ്ടങ്ങൾ അവിടെ കുഴിച്ചിട്ടുണ്ട്, അതെല്ലാം പുറത്തു വരുമ്പോൾ അത് വളരെ നിർണായകമാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് അനന്യ ഭട്ടിന്റെ നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തതാണ്, ചർച്ച ചെയ്തതാണ്. അവരുടെ അമ്മ സുജാത ഭട്ട് ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് മകളുടെ ഒരു അസ്ഥിയെങ്കിലും ലഭിക്കാൻ, അന്ത്യകർമ്മം ചെയ്യാൻ.
ആ അമ്മയുടെ വാക്കുകൾ പ്രകാരം ഈ ശുചീകരണ തൊഴിലാളി നൽകിയ ഈ മൃതദേഹവുമായി സാമ്യമുള്ള ഒരു മൃതദേഹം ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ടെന്നാണ് ഈ സാക്ഷി വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാണ് ഇന്നത്തെ പരിശോധന. ഇനി അനന്യ ഭട്ടിന്റെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുമോ, അതായത് ഒരു യുവതിയുടെ, ഒരു സ്ത്രീയുടെ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ലഭിക്കുമോ എന്നാണ് ഏറ്റവും പ്രധാനം. കാരണം ഇന്നലെ ഒരു പുരുഷന്റെ അസ്ഥികൂടമാണ് ലഭിച്ചത്, അതുപോലെ തന്നെ ഒരു തലയോട്ടി ലഭിച്ചിട്ടുണ്ട്. ഇത് രണ്ടുപേരുടേതാണോ അതല്ല ഒരേ ആളുടെ തന്നെയാണോ എന്നുള്ളത് പരിശോധന നടക്കുന്നുണ്ട്. അത് ഫോറൻസിക് പരിശോധന, വിദഗ്ധ പരിശോധനയിൽ മാത്രമേ അത് കണ്ടെത്താൻ സാധിക്കൂ. പക്ഷേ ഇന്ന് ഇത്തരത്തിൽ പരാതിയുള്ള ഒരു കേസിൽ, DNA പരിശോധനാ ഫലം ശേഖരിച്ചു വെച്ചിട്ടുള്ള ഒരു കേസിൽ അതിൽ മൃതദേഹാവശിഷ്ടം കിട്ടുമോ, ഇത്തരത്തിലുള്ള ഏതെങ്കിലും സൂചനകൾ കിട്ടുമോ, അതാണ് ഏറ്റവും നിർണായകമാവുക. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഇന്നത്തെ SIT പരിശോധന 11 മണിയോടുകൂടി ആരംഭിക്കും. ശുചീകരണ തൊഴിലാളിയെയും കൊണ്ട് അതീവ സുരക്ഷാ സംവിധാനത്തോടുകൂടി ഇവിടെ എത്തും. ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ച താഴോട്ടുള്ള വഴിയിലേക്ക് പോയി അവിടെ ആദ്യം 7ഉം 8ഉം 7ൽ ഇന്നലെ പരിശോധന പകുതി പരിശോധന നടത്തിയെങ്കിലും ഇരുട്ട വീണതുകൊണ്ട് 6:30യോടുകൂടി നിർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് കാലാവസ്ഥ അനുകൂലമാണ്, മഴ മാറി നിൽക്കുന്നു. എന്തായാലും ഇന്ന് JCB ഉൾപ്പെടെ പറഞ്ഞതുപോലെ തന്നെ 8ാം പോയിന്റ് അത് അതീവ നിർണായകമാണ്. കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹം തന്നെ, തൊഴിലാളി തന്നെ, ശുചീകരണ തൊഴിലാളി തന്നെ, ഏകസാക്ഷി തന്നെ പറയുന്നു 8ാം പോയിന്റിലാണ് കൂടുതൽ മൃതദേഹങ്ങൾ താൻ കുഴിച്ചിട്ടതെന്ന്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അതീവ നിർണായകമാണ്. ഇന്ന് ആ മണ്ണിൽ നിന്ന് എന്തൊക്കെ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്നറിയാൻ നമ്മളും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി SITയുടെ അന്വേഷണം അത് വളരെ വേഗത്തിൽ പുരോഗമിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് DIG അടക്കം അങ്ങോട്ട് എത്തുന്നുണ്ടല്ലേ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ? ഭവ്യ, ഇന്ന് ഏറ്റവും പ്രധാനം DGP ഇന്ന് സ്ഥലത്തെത്തുന്നുണ്ടെന്നാണ്. കാരണം പ്രണവ് മൊഹന്തി ഇന്ന് ഈ സ്ഥലത്ത് ഇന്ന് എത്തുന്നുണ്ടെന്നാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസം അദ്ദേഹം എത്തിയിരുന്നു, ഇതേ സ്ഥലത്തെത്തിയിരുന്നു. പോയിന്റ് 5ലും പോയിന്റ് 4ലും പരിശോധന നടക്കുന്ന സമയത്താണ് അദ്ദേഹം എത്തിയത്. ഇവിടെ എത്തി നേരിട്ടെത്തി അന്വേഷണ പുരോഗതി വിലയിരുത്തിയിരുന്നു. ഇന്ന് അദ്ദേഹം പ്രധാനമായും എത്തുന്നത് ഇനി ഏത് രീതിയിൽ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം അത് സംബന്ധിച്ചൊക്കെ നേരിട്ട് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 11 മണിയോടുകൂടി തന്നെ DGP ഇവിടെ എത്തിയേക്കാം. അതീവ സുരക്ഷാ സംവിധാനമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ അർദ്ധ സൈനിക വിഭാഗങ്ങളെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകില്ല എന്നാണ് കരുതുന്നത്. ഇനി അത് നിയന്ത്രണമില്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്തു നിന്ന് തന്നെ ദൃശ്യങ്ങൾ നൽകാനാവും. അതല്ലെങ്കിൽ പുഴയുടെ മറുകരയിൽ നിന്നും ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണ് 8. പക്ഷേ 9ഉം 10ഉം 11ഉം ഈ ഭാഗങ്ങളിലാണ്. ഒരു പക്ഷേ മാധ്യമപ്രവർത്തകർക്ക് ഈ ഒരു ഭാഗത്തു നിന്നും ഇത്തരത്തിൽ നിയന്ത്രണം ഉണ്ടായാൽ അത് ചിലപ്പോൾ ദൃശ്യങ്ങൾ ലഭിച്ചൊന്നും വരില്ല. പക്ഷെ കൃത്യമായി ദൃശ്യങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് 8. 8ലാണ് ഇത്തരത്തിൽ പരിശോധന നിർണായകമെന്നും നമ്മൾ കരുതുന്നതും ഈ സാക്ഷി വെളിപ്പെടുത്തുന്നതും. എന്തായാലും 11 മണിക്കാണ് ഈ സംഘം സാധാരണ എത്താറുള്ളത്. അത് വലിയ സന്നാഹത്തോടെ എത്തും. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ JCB ഉപയോഗിച്ചുള്ള ഒരു പരിശോധന കൂടി ഇന്ന് സാധ്യമാകുമെന്നാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഒരുപക്ഷെ വേഗത്തിൽ ഇനിയിപ്പോൾ 13 മാർക്കാണ് ആകെയുള്ളത്. ഇതിൽ 6 മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. 7 പകുതി പൂർത്തിയായി. അതിനുശേഷം ഇനി 8 മുതൽ ഇങ്ങോട്ട് ഒരു പക്ഷേ കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലങ്ങളാണ്. ഇതെല്ലാം വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ സമയമെടുത്തേക്കാം. ഒരു മൃതദേഹാവശിഷ്ടം ലഭിച്ചാൽ അവിടെ പിന്നീട് വിശദമായി പരിശോധന നടത്തുന്ന ഒരു രീതിയാണ് SITയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. അത് പോയിന്റ് 6ൽ ഇത്തരത്തിൽ ഒരു അസ്ഥികൂടം ലഭിച്ചപ്പോൾ തന്നെ പിന്നീട് അവിടെ വിപുലമായ ഒരു പരിശോധനയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഒരു പക്ഷേ സമയമെടുത്തേക്കാം. JCB ഉപയോഗിച്ചുള്ള പരിശോധനയിൽ വളരെ വേഗത്തിൽ അങ്ങോട്ടേക്കുള്ള ഒരു തിരച്ചിൽ നടന്നേക്കാം. എന്തായാലും ഈ 13 വരെയുള്ള പോയിന്റുകളിൽ വളരെ വേഗം അന്വേഷണം പൂർത്തിയാക്കി കിട്ടാവുന്ന തെളിവുകൾ ശേഖരിക്കാനാണ് SIT ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ശുചീകരണ തൊഴിലാളിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ അത് ബലപ്പെടുത്തുന്ന രീതിയിൽ ഒരു അസ്ഥികൂടം കൂടി ലഭിച്ചതോടുകൂടി ഈ അന്വേഷണത്തിന് വേഗത വന്നു എന്ന് പറയേണ്ടി വരും. നമുക്കറിയാം, ഈ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ഹൊറർ സിനിമ